പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ നബിയിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് 3 മിനിറ്റ് ടോപ്പിക് സ്പീക്കറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. പ്രവാചക സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, ഇസ്ലാമിൽ പുണ്യമാക്കപ്പെട്ട മാസങ്ങളും പ്രത്യേകമായി എടുത്തു പറയാത്ത മാസങ്ങളുമുണ്ട്. ഇന്ന് മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പുണ്യമായി കരുതുകയും അത് മാസം മുഴുവൻ ആഘോഷമായി കൊണ്ടാടപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ പുണ്യവും പാപവും നിശ്ചയിക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയോ തിരുദൂതരുടെ നിർദ്ദേശമോ അനുസരിച്ചാണ്. പുണ്യമായി കണക്കാക്കപ്പെട്ടിട്ടില്ലാത്ത മാസത്തെ പുണ്യമായി കണക്കാക്കുകയും പുണ്യമായ സമയത്തെ പുണ്യമല്ല എന്ന് പറയുവാനോ ആർക്കും അവകാശമില്ല തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചര്യയുടെ വളരെ വിപരീതമാണ് ഈ കാണുന്നതെല്ലാം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, എന്റെ ചര്യയെ ഇഷ്ടപ്പെടാതിരിക്കുന്നുവോ അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതുപോലെ തന്നെ നമ്മുടെ മതകാര്യത്തിൽ പുതുതായി വല്ലതും കൂട്ടിച്ചേർക്കപ്പെട്ടാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ പുണ്യമായി എന്തെങ്കിലും ആചാരമോ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ മാസം വളരെയധികം ആഘോഷമായി കൊണ്ടാടുന്നത് വളരെയധികം ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാണ് ഇതിന് കാരണമെന്നാണ് അവരുടെ ന്യായീകരണം. എന്നാൽ പ്രവാചക ചര്യ ജീവിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം. നമുക്കറിയാം, സ്വഹാബകൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്. അവർ യുദ്ധവേളകളിലെല്ലാം നെഞ്ചു വിരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പരിക്കേൽക്കാതിരിക്കുവാൻ വേണ്ടി യുദ്ധവേളകളിൽ മുമ്പിലും പിൻപിലും നിന്നിരുന്നു. അതുപോലെ തന്നെ സഹാബ വനിതകൾ പോലും, നമുക്കറിയാം, ഒരു സഹാബ വനിത അവരുടെ യുദ്ധത്തിൽ തന്റെ പിതാവും ഭർത്താവും മകനും മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും എന്റെ പ്രവാചകൻ എന്താണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രവാചകൻ എന്താണ് സംഭവിച്ചത് എന്നാണ് എനിക്കറിയേണ്ടത് എന്നായിരുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മൾ എങ്ങനെയാണ് പ്രവാചകൻ ചര്യ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം, അതുപോലെ തന്നെ നോമ്പ്, എല്ലാ തിങ്കളും വ്യാഴവും, അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലുള്ള നോമ്പുകളും, വലതിനെ മുന്തിക്കുക, അങ്ങനെയുള്ള എല്ലാ പ്രവാചക ചര്യകളും പിൻപറ്റിക്കൊണ്ടാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം നമ്മൾ നടത്തേണ്ടത്. നമുക്ക് എല്ലാവർക്കും യഥാർത്ഥ രൂപത്തിൽ നബിചര്യ പിൻപറ്റിക്കൊണ്ടും സർവോപരി അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.